ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടി മേക്കപ്പ് വാച്ചിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ കാര്യപ്പെട്ട പണിയായുധങ്ങളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് കല്യാണത്തിനോ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരുങ്ങുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുമിച്ച് വാങ്ങണമെന്നല്ല, ഓരോന്നായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ വാങ്ങിക്കുന്നതാണ്. ഫസ്റ്റ്ലി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ക്ലെൻസർ. ഇത് ശരിക്കും സത്യം പറഞ്ഞ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് അല്ല, പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഇൻക്ലൂഡ് ആക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ എനിക്ക് കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. പിന്നെ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതും ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ കാലം ഇരുന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് നല്ല ഡ്രൈ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് തുടത്തിയപ്പോൾ ഒന്ന് ഡ്രൈനെസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് സൺസ്ക്രീൻ. ഈ പരിഷ്കാരങ്ങളൊന്നും ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അധികം യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇപ്പോൾ യൂട്യൂബായിട്ടല്ല, യൂട്യൂബ് കാണാൻ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളൊരു പരിഷ്കാരമാണ് സൺസ്ക്രീൻ. പക്ഷേ അധിക ദിവസങ്ങളിൽ ഞാൻ മറക്കൂട്ടോ ഇതൊക്കെ ഇട്ട് പോകാൻ. ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാലല്ലേ, ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റ് ഇട്ടിട്ട് പോകാൻ പറ്റൂലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ ഒലെ. ഈ ഒരു ക്രീം മാത്രം ഇട്ടാൽ മതി കേസ്. നിങ്ങൾ ജസ്റ്റ് ഇത് പുറത്തൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ക്രീം മാത്രം മതി. ഇതിൽ UV പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് പോരെ. അതുകൊണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും കഴിഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മസ്കാരയാണ് കേട്ടോ. എനിക്ക് ആദ്യം ഈ മസ്കാര സത്യം പറഞ്ഞാൽ ഇഷ്ടമുണ്ടായിരുന്നില്ല. നമുക്കിത് ലേഷ്യസിൽ ഇട്ടാൽ നമുക്ക് നല്ലൊരു എന്തോ ഇട്ട ഫീലാണ്, എനിക്കൊരു സുഖം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അധികമായിട്ടും എല്ലാവരുടെയും ഈ റീൽസ് ആൻഡ് വീഡിയോസ് കണ്ടിട്ട് ഇതും ഞാനൊന്ന് വാങ്ങിച്ച് വെച്ചു. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് വർക്കായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 ഡബിൾ മസ്കാരയാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ട്രബിളാണോ ഡബിളാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ എനിക്കിതിൽ ഒരു ഐറ്റം മസ്കാര എന്തായാലും ഇഷ്ടമാണ്. വല്ലാതൊരു കട്ടിപ്പൊന്നും തോന്നില്ല ലേഷ്യസിന്, അല്ലെങ്കിൽ നമുക്കെന്തോ ഒരു ജസ്റ്റ് എന്തോ ഇട്ട ഫീലാണ്. പിന്നെ ഈ കാണിച്ചത് പ്രൊഡക്റ്റ് ഞാൻ എന്തിനോ വേണ്ടി വാങ്ങിയതാണ് കേസ്. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇത് എന്തിനാന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ കൺസിലറാണ് കേട്ടോ. ഈ ഒരു കൺസിലർ ഞാൻ ഇട്ടിട്ട് എപ്പോൾ പോയാലും ആരെങ്കിലും എന്നോട് ചോദിക്കും എന്താ നിൻ്റെ ഫേസിലൊരു റോസ് കളർ അല്ലെങ്കിൽ റെഡ് കളർ എന്താണെന്ന് ചോദിക്കും. ഈ ഒരു കൺസിലർ ശരിക്കും എൻ്റെ കളറിൻ്റെ എനിക്ക് പറ്റിയിട്ടൊരു ഷെയ്ഡല്ല. പിന്നെയുള്ളത് ഒരു ഐഷാഡോ പാലറ്റാണ്. ഇതെൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു ഇത്, അപ്പോൾ അതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഐഷാഡോ പാലറ്റും ഈ ഒരു ഫൗണ്ടേഷനും. ഒരു ഫൗണ്ടേഷൻ നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്ത് നിൽക്കും. കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ലിപ് ബാം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ലിപ്സൊക്കെ. അതൊക്കെ ഒന്ന് കുറച്ചത് ഈ ഒരു ഡോട്ടിൻകിയുടെ ഈ ഒരു ലിപ് ബാമാണ്. ഇത് നമുക്ക് ഒന്ന് വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം ഗൈസ്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇത് തീർന്ന് പോകുന്നുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കാര്യമാണ് ഈ ലിപ് ലൈനർ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇടുക. അപ്പം കൗതുകം ലേശം കൂടുതലാണെന്ന് പറയുന്ന പോലെ കൗതുകത്തെയും വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ലിപ് ലൈനർ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്ക് പെട്ടെന്ന് എങ്ങനെയും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ക്രീം അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് 2 ലിപ്സ്റ്റിക്കാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. ഇതിടുക എന്നല്ലാതെ ലിപ് ലൈനറൊന്നും ഇടാൻ മറന്നു പോകും ശരിക്കും സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ഒരു പൗച്ച് മേക്കപ്പ് പൗച്ച് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനൊക്കെ വല്ല ലിങ്കോ കോഡോ വേണമെന്നുള്ളവർ പിന്നെ കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നത് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം.